ഉദ്യോഗാർത്ഥികളെയും കേരളത്തെയും ഞെട്ടിച്ച PSCയുടെ ചോദ്യപേപ്പർ മാറിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. PSC പരീക്ഷാ പേപ്പർ ആലപ്പുഴയിൽ ചോർന്നു. പരീക്ഷയും ക്യാൻസൽ ചെയ്തു. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അധ്വാനവും പ്രതീക്ഷയുമാണ് ഒരു നിമിഷത്തെ ആരുടെയൊക്കെയോ അശ്രദ്ധ കാരണം തല്ലിക്കെടുത്തിയത്. ഇതിനെല്ലാം ഉപരി ഖജനാവിന് 3 കോടിക്ക് മേൽ നഷ്ടവും. പരീക്ഷ നടക്കുന്ന സെന്ററിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചീഫ് സൂപ്രണ്ടിനല്ലേ? അതായത് ആ സെന്ററിന്റെ മേലധികാരിക്കാണ്. എല്ലാം നിരീക്ഷിക്കാനുള്ള PSCയുടെ ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട്. ആലപ്പുഴയിൽ PSC പരീക്ഷ ചോർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സ്കൂളിന്റെ പ്രിൻസിപ്പലിനാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഇതിനെല്ലാം ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലേ? ചോദ്യപേപ്പർ മാറിപ്പോയി എന്ന് പറയുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ചോദ്യപേപ്പറിന്റെ ചോർച്ച തന്നെയാണ്. പരീക്ഷ നടക്കേണ്ട ദിവസമല്ലാതിരുന്നിട്ട് കൂടി എന്തിനാ ആ ചോദ്യപേപ്പർ പൊട്ടിച്ചു പുറത്തെടുത്തു? വിശ്വാസയോഗ്യമായ ഇടങ്ങളിൽ നിന്ന് കർമ്മ ന്യൂസിന് ലഭിച്ച എക്സ്ക്ലൂസീവ് വിവരങ്ങളാണ് ഇവിടെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. PSC പോലുള്ള ഒരു സംവിധാനം, ഇതിനേക്കാൾ വലിയ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനം നമുക്കുണ്ട്. അങ്ങനെയുള്ള കേരളത്തിൽ എന്തുകൊണ്ട് PSC സുതാര്യതയില്ലാതെ ഇത്തരത്തിൽ പരീക്ഷകൾ നടത്തുന്നു എന്നതിന് PSC തന്നെ ഉത്തരം പറയണം. അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇനി ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ മാറ്റങ്ങൾ വരുത്തുമോ? നിയമവിരുദ്ധമായി പുറത്തെടുത്തവർ ആരൊക്കെയാണ്? അവർക്കെതിരെ നടപടിയെടുക്കുമോ? ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത രീതിയിലായി PSC പരീക്ഷാ നടത്തിപ്പ്. നിലനിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കിയത് ആരാണ് എന്ന ചോദ്യം നൽകിയപ്പോൾ ആ വിവരങ്ങൾ നൽകാൻ പറ്റില്ല എന്ന മറുപടിയാണ് PSC നൽകിയിരുന്നത്. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഇടതനുകൂല ഉദ്യോഗസ്ഥരാണ് എന്നാണ് പൊതുവെ കേൾക്കുന്ന ഒരു ആരോപണം. തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഇഷ്ടക്കാർക്ക് ഒരു സുതാര്യതയുമില്ലാതെ കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്ന ആരോപണങ്ങളും ഉദ്യോഗാർത്ഥികൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസ്യമായ ഒരിടത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ചില വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാം. നമുക്ക് വേണ്ടത് കുറ്റമറ്റ ഒരു PSC സംവിധാനമാണ്, അല്ലാതെ ഉദ്യോഗാർത്ഥികളെ പെരുവഴിയിലാക്കുന്ന ഇത്തരം സംവിധാനങ്ങളല്ല. ഇഷ്ടക്കാരെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റുന്ന ഇത്തരം കൈപ്പിഴകളല്ല നമുക്ക് വരേണ്ടത്. എന്തായാലും അവിടെ നിന്ന് ലഭിച്ച വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാം. ആലപ്പുഴ ടൗണിലെ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് PSC ചോദ്യപേപ്പർ ചോർന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സൽപ്പേരുള്ള സ്കൂൾ. ഇപ്പോഴത്തെ പ്രശ്നം കഴിവില്ലാത്തവർ തലപ്പത്തിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഈ സ്കൂളിന്റെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ അഷ്റഫ് കുഞ്ഞാശാൻ ആണ്. 2015 ശ്രീ അഷ്റഫ് കുഞ്ഞാശാൻ ഹൈസ്കൂളിൽ നിന്ന് പ്രൊമോട്ടഡായി ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി സ്പെഷ്യൽ റൂൾസ് റേഷ്യോ കാറ്റിൽ പറത്തി സ്ഥാനമേൽക്കുന്നത് എന്നാണ് കേൾക്കുന്ന ഒരു സംഗതി. പ്രിൻസിപ്പലാകാൻ അർഹതയുള്ള ഹയർ സെക്കൻഡറി അധ്യാപകർ ഇതിനെതിരെ കേസുമായി മുന്നോട്ട് പോയിരുന്നു. എങ്കിലും മാനേജ്മെന്റിൽ അഷ്റഫ് കുഞ്ഞാശാനുള്ള സ്വാധീനം മൂലം അധ്യാപകർക്ക് കേസ് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നാളിതുവരെ ഹയർ സെക്കൻഡറി സ്ഥലത്തിൽ ഒരു ക്ലാസ് പോലും എടുത്തിട്ടില്ലാത്ത അദ്ദേഹം മാസാമാസം ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങുകയാണ്. കേരളത്തിലുടനീളം പ്രിൻസിപ്പൽമാർ സ്വയം ചെയ്യുന്ന ടെക്നിക്കൽ വർക്കുകൾ ചെയ്യാൻ പോലും അറിവില്ല എന്നാണ് കേൾക്കുന്നത്. മാനേജ്മെന്റ് ചട്ടവിരുദ്ധമായി പുറത്തുനിന്ന് ആളെ നിയമിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പ്രിൻസിപ്പലിന്റെ ഭരണം ഈ സ്കൂളിന്റെ മുൻപുണ്ടായിരുന്ന യശസ്സിനെ മോശമാക്കിയിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. വളരെ അലക്ഷ്യമായിട്ടാണ് ഈ പ്രിൻസിപ്പൽ പബ്ലിക് പരീക്ഷകൾ പോലുള്ള അതീവ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യങ്ങളിൽ പോലും പെരുമാറാറുള്ളത്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ PSC പരീക്ഷ. ചോദ്യപേപ്പർ ചോർച്ച. ഈ വിവരം അറിഞ്ഞ് സ്കൂളിൽ ചെന്ന മാധ്യമപ്രവർത്തകർ കാണുന്നത് പൂട്ടിയിട്ട സ്കൂൾ ഓഫീസും അവിടെ ഉണ്ടായിരുന്ന ഒരു അറ്റൻഡറിനെ മാത്രമാണ്. പ്രിൻസിപ്പൽ സ്വന്തം മുറിയിൽ മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിനു മുൻപും ഇതുപോലെ ഒരു പബ്ലിക് പരീക്ഷ നടന്നപ്പോൾ പുറത്തുനിന്ന് വന്ന ഉദ്യോഗസ്ഥൻ ഈ പ്രിൻസിപ്പലിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തെക്കുറിച്ച് പരാതി കൊടുക്കാൻ തുനിഞ്ഞതാണ്. എന്നാൽ സ്കൂളിന് ചീത്തപ്പേരാകുമെന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥനെ ബാക്കിയുള്ള ടീച്ചേഴ്സ് പിന്തിരിപ്പിക്കുകയായിരുന്നു. അഷ്റഫ് കുഞ്ഞാശാൻ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്ത നാൾ മുതലുള്ള അദ്ദേഹത്തിന്റെ ജൈത്രയാത്രയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് ഇവിടെയുള്ളവർ പറയുന്നു. സോഷ്യൽ സയൻസ് അധ്യാപകനായി നിയമിതനായി, ഫിസിക്സ് അധ്യാപകനായി പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു, സോഷ്യോളജി അധ്യാപകനായി ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടി. ഇദ്ദേഹം BEd എടുത്തു എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റിക്ക് അന്ന് കേരള യൂണിവേഴ്സിറ്റി അംഗീകാരം നൽകിയിരുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷയുടെ കാര്യത്തിലും ചില അപാകതകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മാനേജ്മെന്റിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം കാര്യം സാധിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഉദാഹരണമാണ് പ്രിൻസിപ്പൽ പദവി. ഭാര്യയുടെ പ്രൊമോഷനും ഡിമോഷനും പരിശോധിച്ചാൽ അഷ്റഫ് കുഞ്ഞാശാന്റെ കഴിവുകൾ ഒന്നുകൂടെ വ്യക്തമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ഇദ്ദേഹം പ്രിൻസിപ്പൽ ആയതിനു ശേഷം അധികം വൈകാതെ സ്വാധീനം ചെലുത്തി ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സ്വന്തം ഭാര്യ ഗവൺമെന്റ് IT പ്രിൻസിപ്പലായി നിയമിക്കാൻ സാധിച്ചു. ആ സ്ഥാനത്ത് വരേണ്ട സീനിയർ അധ്യാപകൻ കേസ് കൊടുത്തതിനാൽ കുഞ്ഞാശാന്റെ ഭാര്യയ്ക്ക്
തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അഷ്റഫ് കുഞ്ഞാശൻ കൈകാര്യം ചെയ്യുന്ന സ്കൂൾ ഫണ്ടിന്റെ വരവ് ചിലവ് കണക്കുകൾ കൂടെ പരിശോധിച്ചാൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും വെളിപ്പെട്ട വിവരങ്ങൾ. ലജ്നത്തുൽ മുഹമ്മദിയ സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അപ്പോയിന്റ്മെന്റുകളും വിശദമായി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അധികാരികൾ പോലും ഞെട്ടും. ഈ സ്കൂളിലെ പകുതിയോളം അധ്യാപകർ ഡെപ്യൂട്ടേഷനിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പോകാൻ തയ്യാറെടുക്കുകയാണ്. അതിനായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ സ്ഥിരം ചുറ്റിക്കറങ്ങുകയാണ് ഇക്കൂട്ടർ. മന്ത്രിയുടെ ടീച്ചേഴ്സ് യൂണിയൻ KHSTU കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ ഇപ്പോൾ തന്നെ ഇവിടുത്തെ ചുരുക്കം ചില അധ്യാപകർ അവരുടെ സ്ഥാനം വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ പേരുദോഷമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പാണക്കാട് തങ്ങളും മറ്റു പാർട്ടി ഭാരവാഹികളും പ്രത്യേകം ഓർക്കണമെന്നും ഇവിടുത്തുകാർ പറയുന്നുണ്ട്. മാനേജ്മെന്റ് സ്വാധീനമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണത്രേ ഇദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നത്. മാനേജ്മെന്റ് ഭരിക്കുന്നവർക്ക് ഈ കുടുംബത്തിന്റെ പിൻബലമില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ലജ്നത്തുൽ മുഹമ്മദിയ സ്കൂളിന്റെ യശസ്സ് നിലനിർത്താനുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം. പഴയ സർക്കാരിന്റെ PSC ലിസ്റ്റ് പുനഃപരിശോധിക്കുമെന്ന് സർക്കാർ പറയുമ്പോഴാണ് ഈ രീതിയിൽ PSC ചോദ്യപേപ്പർ ചോർന്നത്. എവിടെയാണോ ചോദ്യപേപ്പർ ചോർന്നത് അവരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അതാണ് നിയമം. അത് പാലിക്കപ്പെടണം. വിവരാവകാശ നിയമപ്രകാരം PSCക്കുണ്ടായ നഷ്ടം എങ്ങനെ പരിഹരിച്ചു എന്നറിയാൻ പൊതുജനത്തിന് അവകാശമുണ്ട്. അത് പുറം ലോകം ഇന്നല്ലെങ്കിൽ നാളെ അറിയും. ഇനിയുള്ള PSC പരീക്ഷകൾ സുഗമമായി നടത്തി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പരീക്ഷ സൂപ്രണ്ടായ സ്കൂൾ പ്രിൻസിപ്പലിനെ വിശദമായി ചോദ്യം ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ നൽകണം. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് ഉദ്യോഗാർത്ഥികളോടൊപ്പം പൊതുജനങ്ങളും അഭിപ്രായപ്പെടുകയാണ്. എന്തായാലും PSC എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലെ ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ ആശയും ആശ്രയവും ഒക്കെയാണ്. അവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ച് ഒരു യോഗ്യതയും കഴിവുമില്ലാത്തവരെ തിരികെ കയറ്റുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇവിടുത്തെ ഉദ്യോഗാർത്ഥി സമൂഹം അനുവദിച്ചു തരികയില്ല എന്ന് തന്നെ ഇത്തരക്കാർ മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.